നമ്മളിൽ പലരും അത്തിപ്പഴം കണ്ടിട്ടുണ്ട് അല്ലേ? അത്തിമരത്തിന്റെ പൂ കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? എങ്ങനെ കാണാനാണ്? ഈ അത്തിമരത്തിന്റെ പൂ ഇരിക്കുന്നത് അത്തിപ്പഴത്തിനുള്ളിലാണ്. അപ്പോൾ എങ്ങനെ പോളിനേഷൻ സംഭവിക്കാം? ഒരു സംശയമാണല്ലേ? അതിനെ സഹായിക്കുന്ന ഒരു ചെറിയൊരു ജീവിയാണ്. അതിന്റെ പേരാണ് ഫിഗ് വാസ്പ്. ഈ ഫിഗ് വാസ്പ് എങ്ങനെയാണ് അത്തിപ്പഴത്തിനുള്ളിലുള്ള പൂവിനെ പോളിനേഷൻ ചെയ്യുന്നത്? മുട്ടയിടാൻ പ്രായമായ ഫിഗ് വാസ്പ് അത്തിപ്പഴം തേടിയെത്തുകയും അതിന് സൈഡിലുള്ള ഒരു ചെറിയ ഹോളിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന്റെ ചിറകുകൾ അതിന് നഷ്ടമാകുന്നു. ആ പ്രാണി ഉള്ളിൽ കടന്ന് പോളിനേഷൻ ചെയ്യുകയും തന്റെ മുട്ടകൾ ആ പൂവിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഈ മുട്ടകളിൽ നിന്നും ആദ്യം വിരിഞ്ഞിറങ്ങുന്നത് മെയിൽ വാസ്പായിരിക്കും. അതിന് ചിറകുകൾ ഉണ്ടായിരിക്കയില്ല. ഇവ അവിടെ വെച്ച് തന്നെ മുട്ട വിരിഞ്ഞു വരുന്ന ഫീമെയിൽ വാസ്പുമായി മേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഈ ഫീമെയിൽ വാസ്പിന് പുറത്തിറങ്ങാൻ വേണ്ടി ഒരു വഴിയുണ്ടാക്കുന്നു. മുട്ട വിരിഞ്ഞു വരുന്ന ഫീമെയിൽ വാസ്പ് ഈ വഴിയിലൂടെ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ശരിക്കും ഇവിടെ മെയിൽ വാസ്പിൻ്റെ ജീവിതോദ്ദേശം എന്താണ്? ജനിക്കുക, മേറ്റ് ചെയ്യുക, ഫീമെയിൽസിന് പോകാനുള്ള വഴിയുണ്ടാക്കുക. സൂര്യപ്രകാശം പോലും കാണാതെ അത്തിപ്പഴത്തിനുള്ളിൽ ജനിച്ച് അതിനുള്ളിൽ തന്നെ മരിക്കുന്നു. ഞാൻ ചിന്തിക്കുവാണേ, ഈ മുട്ട വിരിഞ്ഞു വരുന്ന ഈ വാസ്പിനെ എങ്ങനെ അറിയാം ഫീമെയിൽസിന് പോകാൻ വേണ്ടി ഒരു വഴി ഉണ്ടാക്കണമെന്നും മേറ്റ് ചെയ്ത് അടുത്ത ജനറേഷനെ ഉണ്ടാക്കണമെന്നും? പ്രകൃതിയുടെ ഓരോരോ വികൃതികളല്ലേ, നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. ഇനിയും ഇൻട്രസ്റ്റിംഗ് വിവരങ്ങളുമായി ഞാൻ വീണ്ടും വരാം. ബൈ ബൈ.